BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആലുവ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. റോഡിലെ അസൗകര്യങ്ങൾ മൂലം പൊതുവിലുള്ള കുരുക്കിന് പുറമെ മംഗലപ്പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയതോടെ റോഡിൽ കുരുക്കോട് കുരുക്കായി. മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ വലുപ്പക്കുറവും റോഡ് വികസനം നിലച്ചതുമാണ് പ്രധാന പ്രതിസന്ധി. ഇതുമൂലം ആലുവ മേഖലയിൽ ഗതാഗത കുരുക്ക് നിത്യസംഭവമായി. വർഷങ്ങളായി ദേശീയപാതയിലും സമീപ റോഡുകളിലും സ്ഥിരമായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ആലുവയിലും സമീപ പ്രദേശങ്ങളുമാണ് ഇതുമൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ദേശീയപാതയിലെ മാർത്താണ്ഡവർമ്മ മംഗലപ്പുഴ പാലങ്ങളാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. വീതി കുറവടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം ഇരുപാലങ്ങളിലും പൊതുവിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയരുന്നുണ്ട്. എന്നാൽ ഇതുവരെ തീരുമാനമൊന്നുമായില്ല. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാത അധികൃതർ കാണിച്ച വീഴ്ചയാണ് ആലുവയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. മാർത്താണ്ഡവർമ്മ പാലത്തിന് സമാന്തരമായി കിഴക്ക് ഭാഗത്ത് ഒരു പാലം നിർമ്മിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ദേശീയപാത 4 വരിയാക്കിയപ്പോൾ അതിനോടനുബന്ധിച്ച് പണിയേണ്ടി വരുന്ന പാലം ഒഴിവാക്കി. രാജ്യഭരണകാലത്ത് നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ പാലത്തിന് നിലവിൽ 82 വയസ്സുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപേ പാലത്തിന്റെ വീതി കുറവ് മൂലം ഗതാഗതം പ്രതിസന്ധിയിലായിരുന്നു. കാലപ്പഴക്കം മൂലം ദ്രവിച്ച് കമ്പികൾ പുറത്തുവന്ന നിലയിലായ പാലം സമാന്തര പാലം പൂർത്തിയാകുമ്പോൾ പൊളിച്ച് പുതിയത് പണിയാൻ തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഈ നീക്കവും അധികൃതർ അട്ടിമറിച്ചു. പാലം പൊളിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച ദേശീയപാത അധികൃതർ പാലം ബലപ്പെടുത്തി വീണ്ടും ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തോട്ടക്കാട്ടുകരയ്ക്കും പറവൂർ കവലയ്ക്കും ഇടയിൽ റോഡ് വികസനം നിലച്ചുപോയതാണ് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് മറ്റൊരു കാരണം. 2 പതിറ്റാണ്ടോളമായി ഇവിടെ വീതി കൂടുന്നതിന് സ്ഥലം ഏറ്റെടുത്തിട്ട് എന്നാൽ യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല. ഇരു കവലകൾക്കുമിടയിൽ റോഡ് വളവുകളുള്ളതും കുപ്പിക്കഴുത്ത് പോലെ നേർത്തതുമാണ്. ഇതിനാൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ സമയമെടുക്കുന്നുണ്ട്. ദേശീയപാതയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അത് എങ്ങും എത്തിയില്ല. മംഗലപ്പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇവിടെ ഒരു വരി ഗതാഗതമാണുള്ളത്. അതിനാൽ തന്നെ പറമ്പയം വരെ പലപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. മട്ടാഞ്ചേരി പടിഞ്ഞാറൻ കൊച്ചി മേഖലയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം. മഴ ശക്തമായാൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ നഗരത്തിലെ ഓടകളും കനാലുകളുമെല്ലാം ശുചീകരിക്കുമെന്നും അതുവഴി വെള്ളക്കെട്ട് പ്രതിരോധിക്കുമെന്നുമുള്ള കൊച്ചി നഗരസഭയുടെ പ്രഖ്യാപനം പാലിക്കപ്പെട്ടില്ലെന്നാണ് നഗരസഭയിലെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഒരു മഴ പെയ്താൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകും. കൊച്ചി നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറും ഭൂരിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷരും പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ളവരാണെന്നിരിക്കെ വെള്ളക്കെട്ട് പരിഹാരത്തിന് ഈ മേഖലയിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മാർച്ചിൽ നഗരസഭ വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും 80% പ്രവൃത്തി പൂർത്തീകരിച്ചുവെന്നുമുള്ള മേയറുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മെയ് ആദ്യം മാത്രം വെള്ളക്കെട്ട് നിവാരണ പ്രവൃത്തി ആരംഭിച്ചു. പണ്ടാരച്ചിറ തോട്, മാന്ത്ര കനാൽ, കാൽവത്തി കനാൽ, രാമേശ്വരം കനാൽ എന്നീ കനാലുകളെ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്ന വലിയ തോടുകളിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഇതുവരെ ചെളി നീക്കിയിട്ടില്ല. വലിയ തോടുകളിൽ പോളപ്പായലും ചെളിയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിറഞ്ഞുകിടക്കുന്നതിനാൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുമെന്നും ഉറപ്പാണ്. മേയർ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തർ ആവശ്യപ്പെട്ടു. എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് പോലെ കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കാക്കനാട് തൃക്കാക്കര നഗരസഭാ പരിധിയിലെ കാക്കനാട് ഇടച്ചിറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 60 വയസ്സുകാരിയുടെ ചെറുവിരൽ തെരുവ് നായ കടിച്ചെടുത്തു. ശനിയാഴ്ച രാവിലെ 10 മുതൽ തുടങ്ങിയ തെരുവ് നായ് വിളയാട്ടം 12:30 വരെ നീണ്ടുനിന്നു. ഇടച്ചിറ തലക്കോട്ട് മുല പള്ളിക്ക് സമീപം പുതുമനപ്പറമ്പിൽ സുബൈദ, ഇടച്ചിറക്കൽ വീട്ടിൽ നസീറ, ഇടച്ചിറക്കൽ വീട്ടിൽ അസീസ്, പാലക്കാട് സ്വദേശി ഗിരീഷ്, പാലിമൂലയിൽ ചരൺ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ 10-ന് പാലക്കാട് സ്വദേശിയായ ഡ്രൈവർ ഗിരീഷിനെയാണ് തെരുവ് നായ് ആദ്യം ആക്രമിച്ചത്.
ഗിരീഷിന്റെ കാലിലാണ് കടിയേറ്റത്. തുടർന്ന് രാവിലെ 11:30 വീടിനോട് ചേർന്ന അടുക്കള ഭാഗത്ത് ജോലി ചെയ്യുകയായിരുന്ന സുബൈദയ്ക്ക് നേരെ നായ ചാടി വീഴുകയായിരുന്നു. നിലത്ത് വീണ സുബൈദയുടെ ഇടത് കൈയിലെ ചെറുവിരൽ പകുതി കടിച്ചെടുത്തു. പിന്നീട് ഉച്ചയ്ക്ക് 12 വീടിന്റെ മുന്നിലെ പച്ചക്കറിത്തോട്ടത്തിൽ നസീറയെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. മുതുകിലും കൈക്കുമാണ് കടിയേറ്റത്. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ബൈക്കിലെത്തിയ അസീസിനെ തെരുവ് നായ വീട്ടുമുറ്റത്ത് വെച്ച് കടിക്കുകയായിരുന്നു. നസീറിനും കാലിനാണ് കടിയേറ്റത്. ചരടിന് കഴുത്തിനാണ് കടിയേറ്റത്. പരിക്കേറ്റവരെല്ലാം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇടച്ചിറ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. 3 പേരെയും കടിച്ചത് ഒരേ നായയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ഡിവിഷണൽ കൗൺസിൽ അബ്ദുഷാന പറഞ്ഞു. വർഷക്കാലം വരും മുൻപേ പനിക്കിടക്കയിൽ എറണാകുളം ജില്ല. നിത്യേന 100 കണക്കിന് ആളുകളാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നത്. പനി ബാധിച്ച് ഡോക്ടറെ കാണാത്തവരുടെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെയും എണ്ണം ഇതിലും ഏറെ വരും. ഒരാഴ്ചയ്ക്കിടെ ശരാശരി 500-നടുത്ത ആളുകളാണ് പ്രതിദിനം ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. മെയ് 10 മുതൽ 17 വരെ 8 ദിവസങ്ങളിലായി 3458 പേർ പനിക്ക് ചികിത്സ തേടി. കഴിഞ്ഞ ബുധനാഴ്ച മാത്രം 502 പേർ പനി ബാധിതരായി ഗവൺമെന്റ് ആശുപത്രികളിലെത്തി. 9 പേരാണ് കിടത്തി ചികിത്സ തേടിയത്. വ്യാഴാഴ്ച 459 പേരും വെള്ളിയാഴ്ച 464 പേരും പനിക്കാരായി ഒപികളിൽ ചികിത്സ തേടി. സാധാരണ പനിക്കൊപ്പം ഡെങ്കിപ്പനിക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. 43 പേർക്കാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൽ വെള്ളിയാഴ്ച മാത്രം 18 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ ഒരാഴ്ചക്കിടെ 33 പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നു. കുട്ടമ്പുഴയിൽ 4 പേർക്കും തമ്മനത്ത് 3 പേർക്കും ചെറുവട്ടൂർ, ചൂർണിക്കര, എടത്തല, കാക്കനാട്, കളമശ്ശേരി, മലയിടംതുരുത്ത്, മഴുവന്നൂർ, മുനമ്പം, പെരുമ്പാവൂർ, വരാപ്പുഴ, വെണ്ണല എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. വയറിളക്ക രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. 100-ന് മുകളിലാണ് ഓരോ ദിവസവും രോഗബാധിതരുടെ എണ്ണം. ഒരാഴ്ചക്കിടെ 896 പേർക്ക് വയറിളക്കം ബാധിച്ചു. വേനൽ മഴയ്ക്കൊപ്പം എലിപ്പനി, മലമ്പനി തുടങ്ങിയ രോഗങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്ങിങ്ങ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പെരുമ്പാവൂരിനടുത്ത വെങ്ങൂരിലാണ് രോഗബാധ കൂടുതലായുള്ളത്. പ്രദേശത്ത് നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആളുകളെങ്ങും ആശങ്കയിലാണ്. 200-നടുത്ത് പേർക്കാണ് ഇതിനോടകം രോഗം ബാധിച്ച് ചികിത്സ തേടിയതെന്ന് സമീപവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ തൃക്കാക്കര പോലീസ് പിടികൂടി. വഴക്കല സ്വദേശി കുന്നേപ്പറമ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് പിടിയിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതി ഓടിച്ചു വന്ന ഓട്ടോ വരാപ്പുഴ കിങ്ങോർപ്പിള്ളി സ്വദേശിയായ നേന്ത്രമംഗലത്ത് വീട്ടിൽ ആന്റണി ജേക്കബ് ഓടിച്ച കാറിന് ചെമ്പുമുക്ക് ഭാഗത്ത് വെച്ച് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി തർക്കം നടന്നു. പിന്നീട് വഴക്കാൽ ഓട്ടോ സ്റ്റാൻഡിലെത്തിയ ആന്റണി ജേക്കബ് ഇത് വീണ്ടും ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ പ്രകോപനത്തിൽ ഓട്ടോ ഡ്രൈവറായ പ്രതി ഷെഫീഖ് കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആന്റണി ജേക്കബ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.